ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 1 അതായത് യു ജിയുടെ സെമസ്റ്റർ 1 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ബ്ലോക്ക് 1 യൂണിറ്റ് 1 and 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ യൂണിറ്റ് 3 ആണ്, 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ പെട്ടെന്നായിരിക്കും പറഞ്ഞു പോവുക, കാരണം ഇത് എന്താണ് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷന് 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതാണ് 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ലിസണിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ലിസ്ണിങ്ങും ഹിയറിങ്ങും തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വണ്ടികളുടെ ഹോണുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി കാറ്റഗറിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാഷ്വൽ ആക്ടിവിറ്റീനെയാണ് നമ്മൾ ഹിയറിംഗ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്കയുടെ കരച്ചിൽ, ചീവീടിൻ്റെ ശബ്ദങ്ങൾ, അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഹിയറിങ്ങിൽ പെടുന്നതാണ്. അത് നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ആക്ഷൻ അല്ല, ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതാണ്. എന്നാൽ ലിസ്ണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ലിസ്ണിംഗ്. അതായത് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ടീച്ചർ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മളൊരു ആൻസർ തിരിച്ചും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, നമ്മൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് ആണ് തിരിച്ചു കൊടുക്കുന്നത്. അതിനർത്ഥം അവിടെ ഒരു ലിസ്ണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് കേട്ടു എന്നുള്ളത്. അപ്പോൾ ഈ ലിസണിംഗ് ആണ് ഒരു ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലിസണിംഗ് ആൻഡ് ഹിയറിംഗ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ലിസണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. The listener should be interested in the conversation. The topic should be relevant for the listener as well. കേൾക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആയിരിക്കണം, എന്നാൽ മാത്രമേ അവരത് കേൾക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലിസണർക്ക് ആവശ്യമായിട്ടുള്ള കാര്യമായിരിക്കണം പറയേണ്ടത്. Verbal competence of the speaker is important. They should have expertise in their use of language. അതായത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയെപ്പറ്റി നമുക്ക് നല്ല ധാരണ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, മലയാളം പറയുന്നത് കേട്ടാലും നമുക്ക് മനസ്സിലാവും. ജാപ്പനീസോ കൊറിയനോ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ആ ലാംഗ്വേജിന് നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കേട്ടിട്ട് മനസ്സിലാവുള്ളൂ, ലിസ്ണിംഗ് അവിടെ പ്രോപ്പറായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻകംപ്ലീറ്റ് അറ്ററൻസസ് ഇമ്പാക്ട് ദ എബിലിറ്റി ഓഫ് എ ലിസണർ ടു ഫോളോ ആൻ ആർഗ്യുമെൻറ്റ്. അതുപോലെ തന്നെ പറയുന്ന കാര്യത്തിൽ വ്യക്തതയില്ല, അല്ലെങ്കിൽ മുറിച്ചാണ് പറയുന്നതെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലിസണിങ് നല്ല രീതിയിൽ നടക്കില്ല. ഹെസിറ്റേഷൻ ആൻഡ് പോസസ് ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റൻസസ് ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ ക്വാളിറ്റി ഓഫ് ലിസണിങ്. അതുപോലെ തന്നെ ആർക്കോ വേണ്ടിയിട്ട് പറയുന്ന രീതിയിലാണ് ഒരാളൊരു കാര്യം പറയുന്നതെങ്കിൽ കേൾക്കുന്ന ആൾക്കത് നല്ല രീതിയിൽ ബാധിക്കും, അവരത് കേൾക്കില്ല. അതുപോലെ പോസിട്ട് നിർത്തി അനാവശ്യമായിട്ട് കുറേ നിർത്തിയൊക്കെ പറയുന്നതെങ്കിൽ ആ ലിസണിങ്ങിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ട്. Listener's ability to overcome the distraction determines the amount of time that he or she can actively listen. അതായത് ഒരു ലിസണറിൻ്റെ എബിലിറ്റി ടു ഓവർകം ദ ഡിസ്ട്രാക്ഷൻ. ചില കുട്ടികൾ ക്ലാസ്സിൽ നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാറുണ്ട്, ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പക്ഷെ നീ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, ലിസൺ ചെയ്യുന്നില്ല എന്നുള്ളത് ചോദിക്കാറുണ്ട്. കാരണം ഒരു കുട്ടിയുടെ ലിസണിങ് കപ്പാസിറ്റിയും മറ്റൊരു കുട്ടീനെയും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരാൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരുമ്പോഴത്തേനും അതിനേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് ആ ഒരു കാര്യത്തിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. സ്പീഡ് ഓഫ് സ്പീച്ച് ഷുഡ് ബി മോഡറേറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ലാഗ് ഓർ എൽസ് ലിസണർ മേ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതായത് പറയുന്ന സ്പീഡ്, ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡിന് മോഡറേറ്റ് ആയിരിക്കണം, ഭയങ്കര സ്പീഡും ആവരുത്, അതുപോലെ തന്നെ സ്ലോയും ആവരുത്, കേട്ടിരിക്കുന്ന ആൾക്ക് ഡിസ്ട്രാക്ഷൻ വരുന്ന രീതിയിലാവരുത്. ജാർഗനായിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള കൊലോക്കിയൽ എക്സ്പ്രഷൻസിനെയൊക്കെ ഒഴിവാക്കണം. അതായത് ഇപ്പം മലപ്പുറത്തുള്ള ഒരാളും ട്രിവാൻഡ്രം ഉള്ള ഒരാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അറിയാത്ത നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ശൈലികളുണ്ടാവും അല്ലേ, എന്തുവാ അങ്ങനെയൊക്കെ തൃശ്ശൂർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ചിലപ്പോൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് മലയാളമാണെങ്കിൽ പോലും മനസ്സിലാവില്ല. അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മിനിമൈസ്ഡ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ അവോയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അതുപോലെ അടുത്ത 2 പോയിന്റ്സും കൂടെ നോക്കാം. അസ്യൂമിങ് ദ ലിസണേഴ്സ് പ്രയർ നോളജ് ആൻഡ് ഒമിറ്റിംഗ് സർട്ടൻ തിങ്സ് ഇൻ കോൺവെർസേഷൻ മേ സംടൈംസ് ലെഡ് ടു മിസ്കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരാളുടെ ഒരു കഥ പറയുകയാണ്. കഥ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ രാജു എന്ന് പറഞ്ഞൊരു കുട്ടീനെ പറ്റിയിട്ടുള്ള കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജു എന്ന് പറഞ്ഞ ആളെ നമ്മൾ മുൻപേ ഇയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രാജു എന്ന ആളെപ്പറ്റി പറയുന്ന സമയത്ത് വീണ്ടും അയാൾ ആരാന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പറഞ്ഞിട്ടുള്ള കേട്ട ആൾക്കത് ഓർമ്മയില്ല, രാജു എന്ന് പറഞ്ഞ ആളെ ഓർമ്മയില്ല. നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞ ആൾ ആരാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ലിസണിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം പ്രയർ നോളജ്, അത് ആ ഒരു കാര്യത്തിനെ പറ്റി മുൻപുള്ള ധാരണ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. The difference between the capacity of speaking and listening can also impact the quality of effective listening. അതായത് സ്പീക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും ലിസ്ണിങ്ങിൻ്റെ ക്വാളിറ്റിയും എഫക്റ്റീവ് ലിസ്ണിങ്ങിനെ ബാധിക്കും. ഒരാൾ നന്നായിട്ട് ക്ലാസ് എടുത്താലും അത് കേൾക്കാതെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലിസ്ണിങ് പ്രോപ്പർ അല്ല. അത്ര നന്നായിട്ടൊന്നും ക്ലാസ് എടുത്തിട്ടില്ല, പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് കേട്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ലിസ്ണിങ്ങിൻ്റെ ചാൻസ് കുറയും. അപ്പോൾ ലിസ്ണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറേ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ലിസ്ണിങ് നമ്മൾ ഏകദേശം ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി സ്പീക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് സ്പീക്കിംഗ് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? To share information based on our perception, our past and future plans, present our opinion, give instructions, convince people, sell products, so on. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും പറ്റിയുള്ള കാര്യങ്ങളാവാം, ആളുകളെ കൺവീൻസ് ചെയ്യാനാവാം, സാധനങ്ങൾ സെല് ചെയ്യാനാവാം, നമ്മുടെ താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാവാം, അങ്ങനെ ഏത് രീതിയും ആവാം. അപ്പോൾ ഈ ഒരു കാര്യത്തിനനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വി ക്യാൻ ക്ലാസിഫൈ ദ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റു 4 മെയിൻ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആ 4 കാറ്റഗറീസാണ് ഇൻഫർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസ്വേസീവ്, ഇൻറ്റഗ്രേറ്റീവ്. ഇനി ഓരോന്നും നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിലേക്ക് നോക്കാം. ഇൻഫർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൺവേയിങ് പേഴ്സണൽ ഇൻഫർമേഷൻ, റിപ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ആൻഡ് എക്സ്പ്രസിംഗ് കോമെൻറ്റ്സ്, ഒപ്പീനിയൻ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഡെയിലി റൂട്ടീൻ. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, അതായത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഇൻഫർമേറ്റീവ് എന്ന് പറയാം. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻഫർമേറ്റീവ് ആണ് അല്ലേ. ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതൊക്കെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് ഇൻസ്ട്രക്റ്റീവ് ആണ്. ഇൻസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഡിറക്ഷൻസ് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക, കൊമാൻഡ് ചെയ്യുക, ഓർഡർ ചെയ്യുക. അതായത് ഇപ്പം ഒരു പോലീസ് ബാക്കിയുള്ള ആളുകളെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യും, ഓർഡർ ചെയ്യും. ഇതുപോലെ തന്നെ നമ്മളൊരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ, ഒരു എക്സ്പോക്ക് പോവുകയാണെങ്കിൽ ഒരു മെഷീന് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെയുള്ള ആൾ പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ ഇൻസ്ട്രക്റ്റീവിൽ പെടുന്ന കാര്യമാണ്. അടുത്താണ് പെർഷ്വേസീവ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റിലാണ്. അഡ്വർടൈസിങ്ങിന്, സാധനങ്ങൾ വിൽക്കാൻ, സജഷൻസ് പറയാൻ, റീസൺസ് പറയാൻ, ആളുകളെ കൺവീൻസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പെർഷ്വേസീവ്, ഒരാളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ അല്ലേ, അങ്ങനെയുള്ളതിനെയാണ് പെർഷ്വേസീവ് എന്ന് പറയാം. അടുത്തതിനെയാണ് ഇൻറ്റഗ്രേറ്റീവ് എന്ന് പറയാം. അതായത് ഒരു റിക്വസ്റ്റ് ഉണ്ടാക്കുക, ആളുകളെ ഗ്രീറ്റ് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, ഇൻക്വയറീസ് മേക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റഗ്രേറ്റീവിൽ വരുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ, സ്പീക്കിങ്ങിൻ്റെ 4 ഭാഗങ്ങൾ മനസ്സിലായല്ലോ. ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റു 4 മെയിൻ കാറ്റഗറീസ് എന്ന് പറഞ്ഞതിൻ്റെ അണ്ടറിലുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ തന്നെ വരുന്ന അടുത്ത കാര്യമാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഫോർമലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഫോർമലും ഇൻഫോർമലും നമുക്ക് ഒരു കോൺവെർസേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർമൽ ഏതാ ഇൻഫോർമൽ ഏതാ എന്നുള്ളതിനനുസരിച്ചായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലായി സ്ട്രക്ചേർഡായിട്ട് ടിപ്പിക്കലി എഴുതിയൊക്കെ വെച്ചിട്ടുള്ള പ്രൊഫഷണൽ സെറ്റിങ്സിലൊക്കെ ആയിരിക്കും നമ്മളത് പറയാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഗുഡ് മോർണിംഗ് ആര്യ. ഗുഡ് മോർണിംഗ് മാം. Have you completed the report? Yes, ma'am. I mailed it to you last night. Good, thank you. Make sure that you intimate the client about the completion of the project. Okay, I'll draft a detailed email, and once you have approved, I'll forward the same to the client EOD. Shall I come to your office around 2 o'clock? Yes, that should work. I'll read the report and we'll discuss it as well. Okay, ma'am. Have a good day. You too.
അപ്പോൾ ഇതെന്താണ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഓഫീസ് സെറ്റിങ്ങിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹേ വാട്ട്സ് അപ്പ്. Hey, I'm so tired. Why? What happened? You okay? Yeah, man. Sat up all night watching movies and I'm sleepy. That's all. Okay. I'll catch you later then. See you. Bye. Bye. അപ്പോൾ ഇതെന്താണ്, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോണിൽ അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ടോണിലാണ് സംസാരിക്കുന്നത്. ഇത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. മനസ്സിലായല്ലോ? ഫോർമൽ എന്താണ് ഇൻഫോർമൽ എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ നമ്മുടെ മെറ്റീരിയലിൽ തന്നെയുള്ള എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തത്. ഡു യു മൈൻഡ് ഷട്ടിങ് ദ വിൻഡോ? ഷ്യോർ, റൈറ്റ് അവേ. കെൻ യു ടേൺ ഓഫ് ദ ഫാൻ? ഷ്യോർ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് റിക്വസ്റ്റ് മേക്ക് ചെയ്യാനും എങ്ങനെയാണ് അതിന് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതുമാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, റിക്വസ്റ്റും റെസ്പോൺസും നോക്കാം. കെൻ യു കം ഹിയർ? കുഡ് യു കം ഹിയർ? ഡു യു മൈൻഡ് കമ്മിങ് ഹിയർ? വുഡ് യു മൈൻഡ് കമ്മിങ് ഹിയർ പ്ലീസ്? അപ്പോൾ ഇതൊക്കെയാണ് റിക്വസ്റ്റിൽ വരിക. റെസ്പോൺസസ് എങ്ങനെ വരും? യെസ് ഓഫ് കോഴ്സ്, സർട്ടൻലി, റൈറ്റ് അവേ, ഇൻ എ മിനിറ്റ്സ്, ഷ്യോർ, ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ ഇതൊക്കെ റെസ്പോൺസസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ലിസണിങ്ങും കഴിഞ്ഞു, സ്പീക്കിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. Reading is part of everyday life. We read newspapers, advertisements, charts, letters, documents, online data, poems, novels, etc. We need to take all the written data to understand it wholly. അപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റിനെ മനസ്സിലാക്കി വായിച്ചെടുക്കുന്നതിനെയാണ് റീഡിംഗ് എന്ന് പറയുക. പാസീവായിട്ട് എന്തോ വളവളന്ന് വായിക്കുന്നതിനെ റീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എഴുതിയ കാര്യത്തിന് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി തെറ്റില്ലാണ്ട് വായിക്കുന്നതിനെയാണ് റീഡിംഗ് എന്ന് പറയുക. ഇനി ഇവിടെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റീഡിങ് എ പോയം, റീഡിങ് എ പ്രോസ്, രണ്ടെണ്ണത്തിൻ്റെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റീഡിങ് എ പോയമിൽ പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ഹൂസ് വുഡ്സ് ദീസ് ആർ ഐ തിങ്ക് ഐ നോ ഹിസ് ഹൗസ് ഇൻ ദ വില്ലേജ് ദോ ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വുഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ സ്പീക്കർ സ്റ്റോപ്പ്? ഹൂ ഷുക്ക് ദ ഹാർനസ് ബെൽസ് ആൻഡ് വൈ? അങ്ങനെ പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പോയം വായിച്ചിട്ട് ആ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കാം. അതുപോലെ തന്നെ റീഡിങ് പ്രോസ്, ഇവിടെ പ്രോസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, അതായത് ഗദ്യമാണ്, പദ്യവും ഗദ്യവുമാണ്. ഇവിടെ അതുപോലെ തന്നെ ഒരു പ്രോസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലും ഇതേപോലെ ഇസ് ദർ എ പ്രോബ്ലം സർ? പ്രോബ്ലം നോ. കോക്രോച്ചിയസ്, ഐ ബെഗ് യു പാർഡൺ, ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോസും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കുക മാത്രമല്ല അത് വായിച്ചു, അത് നമുക്ക് ക്ലിയർ ആയി എന്നുള്ളതിൻ്റെ അർത്ഥസൂചകമായിട്ടാണ് അതിനുശേഷം ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായി, നമുക്കതിന് ഉത്തരം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ റീഡിങ് അവിടെ പ്രോപ്പറായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മെത്തേഡ് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കാം. റീഡിംഗ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. ഒരു പേഴ്സൺ ഷുഡ് ബി കേപ്പബിൾ ഓഫ് റീഡിംഗ് ഇൻ ഓർഡർ ടു ഡീകോഡ് ആൻഡ് ഇൻറ്റർപ്രറ്റ് ദ ഡേറ്റ ഓഫ് ദ റീഡിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഒരു റീഡിംഗ് മെറ്റീരിയലിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ ആൾക്ക് ആ റീഡിങ്ങിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ആ റീഡിംഗ് മെറ്റീരിയൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സെൽഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് സ്കിൽ. It will help to acquire the other skills of communication including listening, speaking and writing. അപ്പോൾ റീഡിംഗ് ഉള്ള ഒരാൾക്ക്, നല്ല വായനാശീലമുള്ള ഒരാൾക്ക് നന്നായിട്ട് കേൾക്കാനും നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് എഴുതാനും പറ്റും. ഇനി കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. The reader needs a certain level of background knowledge for his or her understanding of any content of any type. അപ്പോൾ റീഡർക്ക് ഒരു certain level of background knowledge ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ കോണ്ടൻറ്റിൻ്റെ ടൈപ്പിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു പ്രയർ ആയിട്ടുള്ള നോളജ് വേണം. അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഭാഷയുടെയും ആശയത്തിൻ്റെയും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷനാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ദ എഫിഷ്യൻസി ഓഫ് റീഡിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലിംഗ്വിസ്റ്റിക് പ്രൊഫിഷ്യൻസി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോളജ്. അതായത്
നമ്മൾ വായിക്കുന്നതിന് മുൻപേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫബറ്റിക്സ്, കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഫ്ലുവൻസി. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അക്ഷരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, വായിക്കുന്ന കാര്യങ്ങളെ കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ പറ്റണം. വൊക്കാബുലറി എന്ന് പറയുമ്പം പദങ്ങൾ നമുക്ക് മനസ്സിലാവണം. ഫ്ലുവൻസി നമുക്കത് നല്ല രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീഡിങ് പ്രോപ്പറായി എന്ന് മനസ്സിലാവുള്ളൂ. ഒരു എഫിഷ്യൻറ്റ് റീഡറിന് ദ വൺ ഹൂ ഹാസ് എ പർപ്പസ് ടു റീഡ് കോംപ്രിഹെൻസ് വാട്ട് ഹി ഈസ് റീഡിങ് ആൻഡ് റിമെമ്പേഴ്സ് വാട്ട് ഹി ഹാസ് റെഡ്. വായിച്ചത് എന്താണ്, വായിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുള്ള ആൾക്കാണ് ഒരു എഫിഷ്യൻറ്റ് റീഡർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി റീഡിങ്ങിൽ വരുന്ന 2 മെയിൻ പോയിൻറ്റ്സ് ഉണ്ട്, സ്കിമ്മിങ്ങും സ്കാനിങ്ങും. അതൊന്ന് നോക്കുക, അത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എന്താണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് നോക്കാം. ചില സമയത്ത് നമ്മൾ ഒരു പേജ്, ഒരു ഡാറ്റ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സംടൈംസ് യു റീഡ് എ പേജ് ഓഫ് ഡാറ്റ ടു ഗെറ്റ് എ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ വിച്ച് ഇസ് കോൾഡ് സ്കാനിങ്. ചില സമയത്ത് നമുക്ക് വേണ്ട ഒരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയും, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഡാറ്റേനെ തന്നെ നോക്കിയിട്ട് നന്നായിട്ട് വായിക്കും. അതായത് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മളെടുത്ത് മാഗസീനിൽ ഒരു നമ്പർ, പെർട്ടിക്കുലർ നമ്പർ കണ്ടെത്താൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ വായിക്കും, എവിടെയാണ് നമ്പർ എന്ന് നോക്കിയിട്ട് നമ്മളിങ്ങനെ വായിക്കും. അപ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടും. അപ്പോൾ അത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്കാൻ ചെയ്ത് വായിക്കുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുക. എന്നാൽ സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എ ക്വിക്ക് റണ്ണിങ് ഓവർ ദ ടെക്സ്റ്റ് ടു ഗെറ്റ് ദ എസൻസ് ഔട്ട് ഓഫ് ഇറ്റ്. മൊത്തത്തിലുള്ളൊരു അർത്ഥം മനസ്സിലാക്കിയെടുക്കാനാണ് സ്കിമ്മിങ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമിന് മുമ്പ്, നമ്മൾ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താക്കും, വെറുതെ ബുക്ക് അങ്ങോട്ട് മറിച്ചിട്ടൊരു പരിപാടിയില്ലേ നമുക്ക്, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിച്ച് നോക്കും, മൊത്തത്തിൽ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് സ്കിമ്മിങ്. അപ്പോൾ സ്കിമ്മിങ്ങും സ്കാനിങ്ങും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് റൈറ്റിംഗ്. ഇനി റൈറ്റിങ്ങിൽ എന്താ പറയുന്നത്? ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു എന്താ പറയുക, ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രോസാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള 2 ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റീഡിങ് മേക്ക് ദ ഫുൾ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ, ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ മാനെ ഉണ്ടാക്കും, കോൺഫിഡൻസ് അഥവാ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു റെഡി മാനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു റൈറ്റിംഗ് ആണ് എക്സാക്ട് മാനെ ഉണ്ടാക്കുന്നത്. A speech may be forgotten later if it's not recorded, but writing and documenting is a record forever. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നതോടുകൂടി അത് തീർന്നു. പക്ഷേ എപ്പോഴും എഴുതി വെക്കുന്ന കാര്യം എപ്പോഴും ഒരു റെക്കോർഡായിട്ട് അവിടെ കീപ്പ് ചെയ്യും. ഒരുപാട് ആളുകളുടെ, ഷേക്സ്പിയർ, വെയ്ക്കൺ പോലെയുള്ള ഒരുപാട് ആളുകളുടെ ലിറ്റററി വർക്ക്സ് നമ്മൾ ഇന്നും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അത് ഓറലായിട്ട് പറഞ്ഞു വെച്ചൊരു കാര്യമാണെങ്കിൽ ഇന്ന് നമുക്കത് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മനസ്സിലാക്കാനും കഴിയില്ലായിരുന്നു. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോണ്ടൻറ്റിൻ്റെയും റെക്കോർഡിൻ്റെയും ഫിസിക്കൽ എവിഡൻസ് ആണ് എന്ന് പറയാം. ഹാൻഡ് റിട്ടൺ കോപ്പി റീഡബിൾ അല്ല എങ്കിൽ ദ മെസ്സേജ് കനോട്ട് ബി ഡീകോഡഡ്. ഒരാൾ എഴുതിയ കാര്യം വൃത്തിക്കല്ല എഴുതിയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. അതുപോലെ തന്നെ സ്പെല്ലിങ്സ് മിസ്പ്ലേസ്ഡ് ആയിട്ടോ റോങ് ആയിട്ടാണോ എഴുതിയത് എങ്കിലും അതിൻ്റെ അർത്ഥം ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. SEA എന്ന് പറഞ്ഞാൽ എന്താണ്? സി കടലാണ്. SEE എന്ന് പറഞ്ഞാൽ കാണുക എന്നായി. അപ്പം സ്പെല്ലിങ് വ്യത്യാസം വന്നാൽ പോലും അർത്ഥങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ വുമൻ വിതൗട്ട് ഹർ മാൻ ഈസ് നത്തിങ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. അതിൽ ദ വുമൻ വിതൗട്ട് ഹർ മാൻ ഈസ് നത്തിങ് എന്നും പറയാം. ദ വുമൻ വിതൗട്ട് ഹർ വുമൻ വിത്തൗട്ട് ഹെർ മാൻ ഈസ് നത്തിങ്. അപ്പോൾ 2 രീതിയിലും പറയാം. പുരുഷനില്ലാത്ത സ്ത്രീ ഒരു പൂജ്യമാണ്, സ്ത്രീയില്ലാത്ത പുരുഷൻ ഒരു പൂജ്യമാണ് എന്നുള്ള രീതി രണ്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പങ്ക്ച്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. റൈറ്റിംഗ് എന്ന് പറയുന്നത് ലെജിബിൾ ആയിരിക്കണം, ലോജിക്കലായിരിക്കണം. അതുപോലെ തന്നെ വൊക്കാബുലറി ഒക്കെ ഒരു എക്സ്പേർട്ടൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി റൈറ്റിംഗ് പ്രോസസ്സിൻ്റെ കുറച്ച് സ്റ്റെപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ്, പബ്ലിഷിംഗ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനൊന്ന് ചെറുതാക്കി കൊടുത്തതാണ് ഈ ഒരു സംഭവങ്ങൾ കേട്ടോ. നോക്കാം. പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ് യുവർ ടോപ്പിക്. എന്തിനെ പറ്റിയാണോ എഴുതാൻ പോകുന്നത് അത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മുടെ ഐഡിയാസൊക്കെ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെക്കുക. ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ഇതാണ് എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്.
ഇനി ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ക്രിയേറ്റ് എ റഫ് കോപ്പി, അറേഞ്ച് യുവർ ഐഡിയാസ്, ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ യുവർ ടോപ്പിക്. നമ്മൾ ഈ കളക്ട് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് ഒരു റഫായിട്ടുള്ള കോപ്പി ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കണക്ട് ചെയ്യാം. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിങ്ങിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക. അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടോ അതൊക്കെ ഒന്ന് നോക്കാം. വൊക്കാബുലറീസും വേർഡ്സിനെയൊക്കെ അത് റീഅറേഞ്ച് ചെയ്യണോ, സ്പെല്ലിംഗ് ഒക്കെ ശരിയാണോ എന്നൊക്കെ റിവൈസ് ചെയ്യുക. അതിന് ശേഷം എഡിറ്റിംഗ് ചെയ്യുക. അതായത് ചെയ്ത സാധനങ്ങൾ നമ്മളൊന്നെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് പ്രൂഫ് റീഡ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് വേറെ ആരെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ, നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, മറ്റാരെങ്കിലും പബ്ലിഷ് ചെയ്ത സാധനമാണോ എന്നൊക്കെ. എന്നുവെച്ചാൽ അവസാനമായി ഇത് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിഷിംഗ് എന്ന് പറയുക. The basic building blocks of written communication are the sentence. ഇനി സെൻറ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു സർട്ടൻ ഗ്രാമാറ്റിക്കൽ റൂൾസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുക. നമ്മുടെ റിക്വസ്റ്റോ ക്വസ്റ്റ്യനോ കമാൻഡോ ഇമോഷനോ ഒക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളാണുള്ളത്: ഡിക്ലറേറ്റീവ്, ഇൻറ്ററഗേറ്റീവ്, ഇംപറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ഈ 4 കൈൻഡ് ഓഫ് സെൻറ്റൻസസ് ആണ്. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് എന്താണ്, നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. അതിനൊരു എക്സാമ്പിളാണ് ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് നോട്ട് മൈ പെൻ. ഇതെൻ്റെ പെന്നാണ്, ഇതെൻ്റെ പെന്നല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ യൂസ് ചെയ്യാണ്. ഇൻറ്ററഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒരു കാര്യത്തിനെ പറ്റി ഒരാളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ, വാട്ട് ഈസ് യുവർ നെയിം, ക്യാൻ വി ഗോ ഫോർ എ വാക്ക്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെയാണ് ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അടുത്തതാണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഡറോ കമാൻഡോ ഇൻസ്ട്രക്റ്റോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിളാണ് ഗിവ് മീ ദ പെൻ, ഓപ്പൺ ദി ഡോർ, പ്ലീസ് ബൈ മീ എ കേക്ക്. ഇതൊക്കെ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു റിക്വസ്റ്റോ ഓർഡറോ ഇൻസ്ട്രക്റ്റ് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒക്കെ ഇംപറേറ്റീവിലാണ് വരിക. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമായിട്ട് നമ്മൾ ആശ്ചര്യത്തോടെ പറയുന്ന ആശ്ചര്യ ചിഹ്നത്തിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസ്, യു ആർ സോ പ്രിറ്റി, അവസാനം കണ്ടോ ഒരു മാർക്ക്, ദാറ്റ് ഈസ് ഫിൻറ്റാസ്റ്റിക് എന്നൊക്കെ പറയുന്നതൊക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. ഇനി പാരഗ്രാഫ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. പാരഗ്രാഫിൽ മെയിൻ ഐഡിയ കൊടുത്തിരിക്കണം, ഒരു ഇൻട്രൊഡക്ടറി, അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിംഗ് സെൻറ്റൻസ്, കൺക്ലൂഡിംഗ് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. പാരഗ്രാഫിലുള്ള ഓരോ സെൻറ്റൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു പാരഗ്രാഫ് മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കണം. ടോപ്പിക് സെൻറ്റൻസസിൽ മെയിനായിട്ടുള്ള ഫസ്റ്റ് സെൻറ്റൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, മെയിൻ ഐഡിയ കൊടുത്തിരിക്കണം, അതുപോലെ തന്നെ ആ പാരഗ്രാഫ് എന്തിനെ പറ്റിയാണ് എന്ന് പറയണം. സപ്പോർട്ടിംഗ് സെൻറ്റൻസസിലായിരിക്കണം ആ ടോപ്പിക്കിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. കൺക്ലൂഡിംഗ് സെൻറ്റൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് ഭാഗം. അപ്പോൾ അതിൽ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് സമ്മറൈസ് ചെയ്ത് പറയണം. ഓക്കെ, ഇനി 4 സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4 സ്കില്ലിന് പുറമെ 5ാമതൊരു സ്കില്ലുണ്ടെങ്കിൽ അതിനെയാണ് കൾച്ചറൽ അവെയർനെസ് എന്ന് പറയാം. ഓക്കെ, ഈ 4 പുറമെ 5ാമത്തേതാണ് കൾച്ചറൽ അവെയർനെസ്. ഒരു ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. കൾച്ചറിനെ അറിഞ്ഞിരിക്കുക, ഒരു നാടിൻ്റെ കൾച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. ഒരു നാട്ടിൽ പോയിട്ട് ഫ്ലവർ കൊടുക്കുന്ന ഒരു നാട്ടിൽ പോയിട്ട് അതിൻ്റെ സൂചകം അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ആ ഒരു ഫ്ലവർ കൊടുക്കുന്നതിൻ്റെ എന്ത് സൂചനയാണ് അത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് കൾച്ചറൽ അവെയർനെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില നാട്ടിൽ ഫ്ലവർ കൊടുക്കുന്നത് നന്ദി സൂചകമായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തിന് കൊടുക്കുക. എന്നാൽ ചില സ്ഥലത്ത് മരിച്ചു കഴിഞ്ഞാലാണ് കൊടുക്കുക. അപ്പോൾ കൾച്ചറൽ അവെയർനെസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അടുത്തത് ബൈലിംഗ്വലിസം ആണ്. ഒന്നുമില്ല, 2 ഭാഷയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2 ഭാഷ അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ് ബൈലിംഗ്വലിസം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മലയാളികളാണ്, നമുക്ക് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് അറിയാമെങ്കിൽ, ആ ഒരു എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈലിംഗ്വലിസം എന്നാണ് ആ ഒരു കൈൻഡ് ഓഫ് സാധനത്തിനെ പറയുന്നത്. അതുപോലെ തന്നെ 2-ലധികം ഭാഷകൾ നമുക്കറിയാമെങ്കിൽ അതിനെയാണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയാം. ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് ഹിന്ദി അറിയാം, അറബിക് അറിയാം, ഉറുദു അറിയാം, സാൻസ്കൃത് അറിയാം എന്നെങ്കിൽ 2-ലധികം ഭാഷ നമുക്കറിയാം. അതിനെയാണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത്. അതിനുശേഷം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. എന്താണ് ട്രാൻസ്ലേഷൻ?
ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ബൈലിംഗ്വൽ ഓർ മൾട്ടിലിംഗ്വൽ സൊസൈറ്റി. അതായത് ആശയത്തെ മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇടുന്ന സമയത്തൊക്കെ മിക്കവാറും എന്താ ഉണ്ടാവൽ, എന്താണോ ചോദിക്കുന്നത് അത് അതേപടി മലയാളത്തേക്കാക്കുക. അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയില്ല. ചിലപ്പം സെൻറ്റൻസിലുള്ള ആ പറഞ്ഞ അതേ വാക്കിൻ്റെ നേരെ ട്രാൻസ്ലേഷൻ ആയിരിക്കില്ല കൊടുക്കുന്നത്, പക്ഷേ അർത്ഥം മനസ്സിലാക്കി ആ ആശയം കൺവേ ചെയ്യുന്ന കാര്യത്തിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ഈ ട്രാൻസ്ലേഷൻ അബദ്ധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് ചില പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം മനസ്സിലാക്കിയിട്ട് ആ മീനിങ്, ഒറിജിനൽ മീനിങ് നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങളെ പറയുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു യൂണിറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് റീക്യാപ്പ് ചെയ്തു നോക്കുക. 4 ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളാണ്: ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ലിസ്ണിങ്ങിൽ തന്നെ ആക്റ്റീവും പാസീവും ഉണ്ട്. ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുന്ന സമയം നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നതിനെയാണ്. പാസീവ് ലിസ്ണിംഗ് ഹിയറിംഗ് ആയിട്ട് വരുന്നതാണ്. സ്പീക്കിങ്ങിൽ ഫോർമലും ഇൻഫോർമലും ഉണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് സെറ്റപ്പിലാണെങ്കിൽ, ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കും. റീഡിങ്ങിൽ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഉണ്ട്. സ്കിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് വായിച്ച് എസൻസ് മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ്. റൈറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പറഞ്ഞു. പ്രീ റൈറ്റിംഗ്, അതിൽ നമ്മൾ കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ടോപ്പിക്കിനെയൊക്കെ കണ്ടുപിടിക്കും, ബ്രെയിൻ സ്റ്റോമൊക്കെ ചെയ്ത് വെക്കും. ഡ്രാഫ്റ്റിങ്ങിലേക്ക് നമ്മളൊരു കോപ്പി എഴുതി നോക്കും. എന്നിട്ട് അതിലുള്ള തെറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് റിവൈസ് ചെയ്ത് നോക്കും. അതിന് ശേഷം പ്രൂഫ് റീഡ് ചെയ്യും. അവസാനം നമ്മളത് പബ്ലിഷ് ചെയ്യും. ഇനി കൾച്ചറൽ അവെയർനെസ് എന്താണ് നമ്മൾ പറഞ്ഞു. ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ലധികം ഭാഷകളെ പഠിക്കുക എന്നുള്ളതാണ്. സോ സക്സസ്ഫുള്ളി വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് യൂണിറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഇതൊരു വലിയ വീഡിയോ ആയിരുന്നു. നിങ്ങളിത് ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ യു ആർ ആൻ എക്സലൻറ്റ് സ്റ്റുഡൻറ്റ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാംസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട്, പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ഡൗട്ട്സ് ആൻഡ് everything in the comment section. Let me know your feedback too. Thank you so much.